ഹലോ ഹലോ ഹലോ, ഇപ്പൊ കേൾക്കാം. മൈക്ക് ഞാൻ മൈക്കല്ല, ബെഡ് ഞാൻ കണ്ട ഒരു നൈസ് ആൻഡ് ക്ലീൻ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ബെഡ് ഇട്ട് കണ്ട. നൈസല്ലേ, ക്ലീൻ ക്ലീൻ. ഇതിപ്പോ ചുളുങ്ങിയൊക്കെ കിടക്കുന്നത് അതിന്റെ മണ്ടയ്ക്ക് ഒക്കെ കയറി ഇന്ന് ലൈറ്റ് ഒക്കെ ഓൺ ആക്കാൻ പോയതാണ്. അല്ലെങ്കിൽ അത് ക്ലീൻ ആയിട്ടാണ്, പെർഫെക്റ്റ് ആയിട്ട് അത് കിടപ്പുണ്ട്. ഇനിയും ബീൻ ബാഗ്സ് കൂടെ മാത്രം മതി. കാരണം ബീൻ ബാഗ്സ് ഇല്ലെങ്കിൽ ഈ റൂമിൽ ഒന്നും ചെയ്യല്ല ഗൈസ്. കാരണം ഈ റൂമിൽ ഈ ഗെയിമിംഗ് ചെയർ അല്ലാതെ എന്താണ് എന്താണ് വേറെ ഇതൊന്ന് വെച്ചാ ഇരിക്കാൻ സ്ഥലങ്ങളൊന്നുമില്ല. വുഡ് വീനർ ഷീറ്റ് ആണോ? അല്ല, ഡബ്ല്യു പി സി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഡബ്ല്യു പി സി എന്നാ പേര്. അത് തന്നെ. ഷീറ്റ് അല്ല guys. ഇത് നല്ല കട്ടിയുള്ളൊരു സാധനം, ഷീറ്റല്ല. ഞാൻ പറഞ്ഞ അണ്ണൂന്റെ അവിടെ നിന്ന് എടുത്തോണ്ട് വരാൻ ഇനി സാധനങ്ങളൊന്നുമില്ല. ഞാൻ അതുപോലെ തന്നെ വാസോണിന്റെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മോട്ടി ചേട്ടാ എടുത്തോണ്ട് വരാ. ഒറ്റ മിനിറ്റേ. ഞാൻ വാസോണിന്റെ അവിടെ നിന്ന് കരഞ്ഞ് കാല് പിടിച്ച് ഇത് എന്താ ഇവിടെ വേണ്ട. മുട്ട ബജിയൊക്കെ കഴിച്ചു വയറ് ഫുള്ള. ഇതണ്ട, ഇത് വാസോണിന്റെ അവിടെ നിന്ന് അടിച്ചു മാറ്റി. AMG GT കാർ, F1ന്റെ ഏതോ ഒരു സംഭവം. ഇത് കൊള്ളാം. പിന്നെ എന്തോ സ്പെഷ്യൽ എഡിഷൻ പോലത്തെ ഒരു സാധനം, വിൻഡീസലിന്റെ കാറ്. ഇത് അണ്ണ സ്നേഹത്തോടെ തന്നെ ഞാൻ അവിടെ ചെന്ന് കേസ്, ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് വാസനോട് ചോദിച്ചില്ല, അണ്ണ അത് ഒന്നും ചെയ്തില്ല. അണ്ണ എൻ്റെ അടുത്ത് ഇറങ്ങാൻ നേരം പറഞ്ഞു, എടാ പോകുന്നതിനും ഏതോ അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ കാർ സീറ്റ് ഉണ്ട്, നീ എനിക്ക് ഇഷ്ടമുള്ള എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. അല്ല, ഞാൻ ഇത് ചോദിച്ചു മേടിച്ചെന്നല്ലേ. പിന്നെ അത് കഴിഞ്ഞ് വലിയൊരു ബോക്സ് ഇവിടെ. ഇത് എന്റെ കിട്ടിയ കേസ്, ഇതെന്റെ കിട്ടിയ കേട്ടാ. ഇത് നിങ്ങൾ അണ്ണ ലൈവ് കാണിച്ചില്ലേ ഈ സാധനം? ഇത് ഹുഡി, ടീഷർട്ട്, ഈ ഒരു 2 ടീഷർട്ടും ഒരു ഹുഡിയുണ്ട്, ടിവിയുടെ ഹുഡിയുണ്ട്. ഞാൻ അടുത്ത ലൈവ് ഞാൻ ഇതിട്ടോണ്ട് വരാം. അടുത്ത ലൈവിൽ ഞാൻ ഇത് ഇട്ടോണ്ട് വന്നൊരു ടൂറായിട്ട് ഞാൻ വരാം. കൊള്ളാം, വർത്തിട്ടാണ്. നല്ല റേറ്റ് ആണ് ഫ്ലോർ. ഞാൻ റൂം ടൂർ ചെയ്യുമ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ പറയാൻ. റൂം ടൂറിൽ ഞാൻ ഫുള്ള് ഒരു ഡീറ്റെയിൽഡ് റൂം ടൂർ വ്ളോഗിൽ ഉൾപ്പെടുത്തണോ, അതോ സെപ്പറേറ്റ് ആയിട്ട് റൂം ടൂർ ആയിട്ട് ഇട്ടാൽ മതിയോ? അതൊക്കെ കൺകുൺ വ്ളോഗ്സ് ആയിരിക്കും. ഇപ്പൊ ഇടണ്ട, ഇല്ല ഇപ്പൊ ഇടാൻ വയ്യ കേസ്, ഇപ്പൊ ഇട്ട് കഴിഞ്ഞാ വേണ്ട. നാളെ ഇടാം. ബെഡിനെ കട്ടിലിടൂല, ഇല്ല കേസ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ബെഡിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ നേരെ താഴെ അല്ല കേസ് ബെഡ് ഇട്ടേക്കുന്നത്, ജസ്റ്റ് ഒരു ബെഡാ, സ്പ്രിംഗ് മാട്രസ്. അപ്പം അത് എന്താണ് വ്ളോഗിൽ മതി. അല്ല, സെപ്പറേറ്റ് ഇടാം കേസ്, അത് സെപ്പറേറ്റ് ഇടാം. വ്ളോഗ് കുറെ ഉണ്ട്. വ്ളോഗ് നല്ല അത്യാവശ്യം ലോങ് ആണ്, 10-15 മിനിറ്റ് ഉണ്ട്. 10-25-30 എന്തോ ഉണ്ട്. അപ്പൊ അതിൻ്റെ കൂടെ റൂം ടൂറോടെ വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഒരു 15 മിനിറ്റ് കൂടെ കൂടും. എക്കോ ഉണ്ടല്ലേ? എടാ ഇത് മാറും കേസ്, ഈ എക്കോ. ഞാൻ പറഞ്ഞില്ലേ കേസ്, എനിക്ക് ഇതിലൊന്നും ചെയ്യാനില്ല. ഇതില് ഹലോ 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 പോയി, മൈക്ക് പോയി. എടാ ഇതൊക്കെ ഏത് മൈക്കടാ ഇത്ര നേരം ഇവിടെ കിടന്ന് ഹലോ 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 ഹലോ? ഇതൊക്കെ തന്തേലാഴിയാണ് ഇതൊക്കെ മാറുന്നത്. ഇപ്പറടി ഹലോ ഹലോ ഹലോ. ഓക്കെ. എടാ അപ്പൊ ഇതിലെ മൈക്ക് മാറിയായിരിക്കും നടക്കുന്നത്. അവിടെ ഇതെല്ലാം ഒക്കലസിലെ മൈക്കിന്നാണോ കേട്ടോണ്ടിരുന്നത്? അല്ലല്ലല്ലല്ല. എത്ര പേര് കാണുന്നുണ്ടല്ലേ? 553 പേര് കാണുന്നുണ്ടല്ലേ? എടാ എനിക്ക് 200 എന്തൊക്കെ കാണിച്ചോണ്ടിരുന്നത്. ഇന്നത്തെ പ്രഡിക്ഷൻ സ്കോർ ഇന്നത്തെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ പ്രഡിക്ഷൻ സ്കോർ പെനാൽറ്റിക്ക് പ്രാവശ്യം പോകാൻ തോന്നുന്നില്ല. അർജന്റീന വിട്ടുപോലെ 2 ഗോൾ അടിക്കും. സ്പെയിൻ 2-0 ആയിരിക്കും ഗൈസ്. 2 അർജന്റീന അടിക്കും, 0 സ്പെയിൻ ആണ് എന്റെ ഒരു വിശ്വാസം. ഗോസ്റ്റ് X777 ചിരിക്കുന്നു. ഓക്കെ, മെടുക്കൻ ചിരിക്കുന്നു. ഇവനൊക്കെ പോർച്ചുഗൽ ഫാൻ ആയിരുന്നു. ഇപ്പം പോർച്ചുഗൽ മാറി ഈജിപ്റ്റായി. ഈജിപ്തിൽ നിന്ന് പിന്നെ
അർജന്റീനയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന എല്ലാ ടീമിന്റെ ഫാനായ ഒരു പയ്യന്മാരാണ് ഈ ചിരിക്കുന്നത് വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചേ ഗൈസ്, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചേ, എന്തൊരു പയ്യന്മാരൊക്കെയാന്ന് പറ. ആഴ്ച ടീം മാറേണ്ട അവസ്ഥയൊന്നും നമുക്ക് വന്നിട്ടില്ല. അർജന്റീന പൊട്ടിക്കഴിഞ്ഞാൽ നമ്മള് മനസ്സിലായി, അർജന്റീന പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേൾഡ് കപ്പ് ഫൈനൽ മാത്രം കണ്ടാക്കണ്ട്, അല്ല പിന്നെ ഞാൻ കാണാൻ എനിക്കിഷ്ടമല്ല. പിന്നെ എനിക്ക് അർജന്റീന പൊട്ടിക്കഴിഞ്ഞാൽ ജയിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു ടീമുണ്ട്, അത് ബ്രസീലാണ് ഗൈസ്. കാരണം എനിക്ക് കഷ്ടം തോന്നണം നെയ്മറിന്റെ എല്ലാമത്തെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര കഷ്ടം തോന്നുന്നു. ബ്രസീൽ ജയിക്കണമെന്ന് എന്താണ് ഭയങ്കര ആഗ്രഹമാണ്. എടാ ഞാൻ പറഞ്ഞില്ലേ, ഈ വേൾഡ് കപ്പ് അർജന്റീനയുടെ തൂക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഹെൻസ് പ്രൂവ്ഡ് ഹൂ ഇസ് ദ റിയൽ ഗോട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഹെൻസ് പ്രൂവ്ഡ്. ഇനി അധികം മണ്ടയ്ക്ക് വെക്കാനില്ല, ഹെൻസ് പ്രൂവ് ചെയ്തു, ഓൾറെഡി പ്രൂവ്ഡ്. ബോബോട് ഇപ്പോഴത്തെ പണി എന്താ പറയാ, പാമ്പ് പിടിച്ച സക്കീറുണ്ടല്ലോ, അവനെ മറ്റേ കോണാൻ വെച്ച പോലെ ഇരുത്തി, മറ്റേ ഇതാണ് അവന്റെ പരിപാടി. ഇപ്പൊ ഇതാണ് അവനെ പാവം പിടിച്ചവനെ കോണാൻ വെച്ച പോലെ ഇരുത്തി, അവനെ ഇരുത്തി എന്താണ് അവനെ തോപ്പി. ഇത് അത് റിഗ്ഡ് മാച്ച്. സെക്കൻഡ് ഒരു കളി സക്ക 5 ഗോൾ അടിക്കണം, പിറ്റേ കളി സെക്കൻഡ് 1 ഗോൾ അടിക്കത്തുള്ളൂ, ബാക്കി 8 ഗോൾ ബോബയ്ക്ക് ഇട്ടുകൊടുക്കും. ഫുൾ ടൈം കഴിയുമ്പോൾ കാണാൻ വെച്ചു. ഓക്കെ. എന്നോട്ടാണ് വെച്ചു സ്പെയിൻ ഫാനൊക്കെ ആയത്. എടാ ഇവിടെ സ്പെയിനിന്റെ ഒക്കെ ഫാൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈ ചാനലുള്ളതിലൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇവിടെ കൂടുതലും നെയ്മർ, ബ്രസീൽ, പോർച്ചുഗൽ ഫാൻസ് ഒക്കെ ആയിരുന്നു, ഫ്രാൻസ് ഇവരുടെയൊക്കെ ഫാൻസ് ആയിരുന്നു. സ്പെയിനൊക്കെ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവുള്ളതാണ്. എന്നിട്ട് നീയൊക്കെ ഇപ്പൊ സ്പെയിൻ ചൂസ് ചെയ്യണമെങ്കിലേ അർജന്റീനയുടെ അത്ര ദൈവപുത്രന്റെ ടീമിന്റെ നാശം കണ്ടല്ലടാ നീയൊക്കെ ചൂസ് ചെയ്തത്. നാശം കാണണം. ശരത്തേട്ടൻ എന്തുട്ടാ സെറ്റപ്പ്, എന്തുട്ടാ? ഹലോ, എന്ത് മുട്ടയാന്നോ? എന്തുട്ടാ സെറ്റപ്പ്, എന്താണ് പരിപാടിന്ന്? പരിപാടി ഇവിടെ ഞാനിപ്പോ പ്ലേറ്റ് വാങ്ങിച്ചു ഡാൻസ് കളിക്കാം. ആ നല്ല കാര്യം ശരത്തേട്ടാ. നീ എന്താ പരിപാടി? കണ്ണാപ്പി, നീ എന്റെ ഒരു ഷെയർ നോക്കി ഒരു മിനിറ്റ്. ഞാനൊരു ഡെയർ തരാം, 500 രൂപ തരാം. 500 രൂപ അല്ല 200 രൂപ തരാവേ. കാണാവോ? 52 അവിടെ ചലഞ്ച്. ഒരു മിനിറ്റ്, ഈ ഡയലോഗ് ആദ്യം കേട്ടു നോക്കുക. ഒഫിഷ്യാലിറ്റി തോന്നിയോടാ കണ്ണാപ്പി? എന്ത്, എവിടെ? ചത്താലും ശരി പാപ്പാ, കാഞ്ചന മൊയ്തീന്റെ പെണ്ണ തോന്നിയെങ്കിൽ കണ്ണാപ്പി അതെങ്ങനെ പറയും എന്നുള്ളത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഓൺ സ്പോട്ട് 300 രൂപ ജീപ്പ്. ഫേസ് ക്യാം ഉണ്ടല്ലോ ലൈവിനകത്ത്, ലൈവാ. അല്ല ഇവിടെ ഇവിടെ ഇട്ട് ഫുൾ സ്ക്രീൻ. ഞാനിപ്പോ എങ്ങനെ പറയാനാ, പറയാലോ ചത്താലും ശരി പാപ്പാ, കാഞ്ചന മൊയ്തീന്റെ പെണ്ണ എന്ന് പറയുന്ന നല്ല കണക്ക് പറഞ്ഞാ മതി. അല്ല അത് അവിടെ ആർട്ടിഫിഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഡയലോഗാണ് ആർട്ടിഫിഷ്യാലിറ്റി തോന്നിയത്. ഡയലോഗ് അല്ല, ഡയലോഗ് ഡെലിവറിയാണ്. ഡയലോഗ് ഡെലിവറി. ഇതൊക്കെ കണ്ണ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ അല്ലേ കണ്ണാ പറയുന്നത്, നിനക്ക് ഇതൊന്നും വലിയ പുത്തരി കേസല്ല. നീ ഇത് പുത്തരിയൊന്നല്ല, പിന്നല്ല നമ്മള് ഒന്നാമത്തെ കേസ് നമുക്ക് അഭിനയിക്കാൻ ഞാൻ അഭിനയിച്ചു. ഞാൻ അഭിനയിക്കാം. ക്യാമറ വലുതാക്കണേ പ്ലീസ്. ഇപ്പൊ വലുതാക്കി തരാം. ഇത് ഉറപ്പാ. ക്യാമറ ഒന്ന് വലുതാക്കണേ പ്ലീസ്. ചിരിക്കല്ലേ, ഞങ്ങള് ചിരിപ്പിക്കല്ലേ, ചിരിയൊന്നും അല്ലട്ടെ, മുഖത്തൊന്നും സീരിയസ് ഡയലോഗ് പറയുന്നതാണ്, അപ്പൊ ചിരി ഒന്ന് മാറ്റണം. കറക്റ്റ് മൊയ്തീനല്ലേ? ഒരു മിനിറ്റ് മോനെ മിണ്ടല്ലേ. ഒരു മിനിറ്റ്. ചേട്ടാ ഞാൻ പറഞ്ഞു പറ്റില്ല, അതുപോലൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ പറയേണ്ടി വരും. ഇല്ല കുഴപ്പമില്ല. സീരിയസ് ആവണേ, ക്യാരക്ടറിലോട്ട് കയറണേ. മൊയ്തീൻ കോയയാ. ഓക്കെ, ക്യാരക്ടറിലോട്ട് കയറണേ. ഒരു മിനിറ്റ് മിണ്ടല്ലേ. ഇല്ല. പ്ലേ ആവുന്ന കണ്ണാപ്പി ബീജയുടെ ബാഗിലെ എന്തിന്
ഇതാ ഇട് ബാക്കില് ഇത് ബീജി ഇട്. ബീജം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കേറുന്നു. BGM ഒന്നും വേണ്ട. ഇതിപ്പോ കുറച്ച് ഇമോഷണൽ അത് ഈ അമ്പത്തൂരിന്റെ ഒക്കെ ശബ്ദം കേൾക്കുമ്പോ ചിരി വരത്തില്ലേ ശരത്തേട്ടാ? ഇമോഷണൽ ഇതൊരുമാതിരി വീട്ടിൽ പൊറോട്ട കൊണ്ടുവരാൻ അച്ഛനടുത്ത് സംസാരിക്കുന്നുണ്ട്. എടാ ഒരു പ്രേമമാണ്, ആ പെണ്ണ് നിന്റെ കയ്യിൽ നിന്ന് പോവാ, സമ്മതിക്കുന്നില്ല, കൊല്ലാൻ വേണ്ടി നിൽക്കുവാ നിന്റെ വാപ്പ. ഉള്ളീന്ന് വരുത്തി ശരിക്കും കരേണ്ടി വരും. അതുകൊണ്ട് ഒത്തിരി ഉള്ളീന്ന് വരുത്തണ്ട. കേക്കുന്നുണ്ടല്ലോ ശരത്തേട്ടല്ലോ? കേക്കാവോ? ശരത്തേട്ട ഉള്ളീന്ന് അത്ര വന്നു കഴിഞ്ഞാലും ഉള്ളീന്ന് വരട്ടടാ, ഉള്ളീന്ന്. ഇത് 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 നമ്മടെ വാപ്പ കൊല്ലാൻ വേണ്ടി നിൽക്കുവോ നിന്നെ, മനസ്സിലായോ? കൊല്ലുമെന്ന് അറിയത്തില്ല, പക്ഷെ പെണ്ണ് കയ്യിൽ നിന്ന് പോയി, ആഞ്ചിന്റെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ ഞാൻ റെഡിയാക്കാം ഇപ്പൊ റെഡിയാക്കാം. ഒരു സെക്കൻഡ്. ഓക്കെ ചത്താലും വാപ്പാ കാഞ്ചനമാല മൊയ്തീന്റെ കുഴപ്പമില്ല, നീ വീട് എന്ത് കരയണോ? ഇത് മാസായിരുന്നു ശരത്തേട്ട, അത് മാസായിരുന്നു. പിള്ളേരെല്ലാം പറയാൻ നന്നായിരുന്നു കേട്ടോ. എടാ ഒരു മിനിറ്റ് കണ്ണ, അത് നന്നായത് പിള്ളേരെല്ലാം പറയാം. കാര്യം പറയട്ടെ, കണ്ണാപ്പി ഡിസ്കോഡ് ഇടുവാടാ, എനിക്ക് ലൈവ് ഇത് നോക്കിട്ട് ഇരിക്കാൻ വയ്യ. അത് ഡിസ്കോഡ് ഇട്ട് തരാമല്ലോ ശരത്തേട്ടന്. ഡിസ്കോഡ് ഇട്ടതാ? അത് ശരത്തേട്ടൻ എന്തിനാ ലൈവ് ഇട നോക്കുന്നേ? ശരത്തേട്ടാ നോക്ക്, നോക്കട്ടെ. വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. കണ്ണാപ്പി രാത്രി എന്നോട് കളി കാണാൻ വരത്തില്ലടാ? ഇല്ല, ഞാൻ നേരെ ഇവിടെ ഒരു പറമ്പുണ്ട്, ഇവിടെ പോയ കളി കാണുന്നത്. അതാണ് ശരത്തേട്ട വൈബ്. ഒറ്റയ്ക്കാണല്ലോടാ, ഞാൻ ഒറ്റയ്ക്കാണല്ലോടാ. ഫൈനല് വീട്ടിൽ ഇരുന്ന് കാണാൻ വൈബില്ല. എല്ലാരും പുറത്തൊക്കെ പോയാണോ കാണുന്നത്, അതോ എന്താണ്? എടാ ഇവിടെ വട്ടിയൂർക്കാവിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഞാൻ വരായിരുന്നു. വട്ടിയൂർക്കാവ് സ്ഥലത്തുണ്ട്, ഞാൻ തപ്പിത്തരാം. എന്നാ മോനെ ആക്ഷൻ. ചത്താലും വാപ്പാ ചിരിച്ചോണ്ടാണല്ലോ പറയുന്നത്. എടാ ഇതൊരുമാതിരി SSLCക്ക് റാങ്ക് കിട്ടിയതല്ല. കുറച്ച് ഭാവ വ്യത്യാസം ഒന്നുകൂടെ. ഇത് ഈ അമ്പത്തൂരിന്റെ ഒക്കെ കാണുമ്പോഴേ ചിരി വരുന്ന സ്ഥലത്തോട്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെയാണ് അമ്പത്തൂർ കുറച്ചു നേരം ഒരു 5 മിനിറ്റ് അമ്പത്തൂർ മിനിറ്റായിരിക്കണേ. ചത്താലും പാപ്പ കാഞ്ചന മൊയ്തീന്റെ പെണ്ണ. എടാ ഇത്ര പോസ് വേണ്ട, കാഞ്ചണ്ണ മൊയ്തീനുണ്ടായിരുന്നോ? ഏത് കാഞ്ചണ്ണ? എടാ ഇത്രയും പോസ് വേണ്ട, അവിടെ കുറച്ച് പോസ് മതി. പക്ഷേ അത് വിഷയമായിരുന്നു, കാഞ്ചണ്ണായി പോയതല്ലേ? കാഞ്ചണ്ണയായി പോയി. പക്ഷേ കാഞ്ചമ്മയാ, കാഞ്ചമ്മ മൊയ്തീൻ. കാഞ്ചമ്മ ഇതൊരുമാതിരി അലിജസ് വരെ ഇത് ഓണാക്കണം കേട്ടോ. അല്ല വലിയ ഡയലോഗ് അല്ലായിരുന്നു. ഫേസ് ക്യാമറ വേണ്ട, അല്ല ഡിസ്കോഡിൽ ഫോണിൽ നിന്ന് ക്യാമറ ഓണാക്കി വന്നാൽ മതി. അല്ല ക്യാമറ വേണ്ട, നീ സൗണ്ട് മാത്രം ഇട്ടാ മതി, കുഴപ്പമില്ല. ഞാൻ ബാപ്പയുടെ ഡയലോഗ് മോന്റെ ഡയലോഗ് പറഞ്ഞാൽ മതി. സീരിയസ് ആവണേ ചത്താലും മാപ്പ അവളെന്റെ പെണ്ണ. അതാ ഫ്ലോയ്ക്ക് അതല്ലേ എടുത്തിട്ടാ. സീരിയസ് ആവണേ. ഓക്കെ ഒന്നുമില്ല. ഇതൊരു വികാരത്തോടെ പറയുന്നത്, ഇങ്ങനെ ചത്താലും ശരി വാപ്പാ കാഞ്ചന മൊയ്തീന്റെ പെണ്ണ, അങ്ങനെ പറയണം. ഇതൊരുമാതിരി ചത്താലും ശരി വാപ്പാ കാഞ്ചന മൊയ്തീന്റെ പെണ്ണ എന്ന് പറയുന്നത്. ശരത്തേട്ടാ ഇതിപ്പോ നമുക്കൊരു വിഷമം വരണ്ടേ? ഇതൊക്കെ നടന്നൊക്കെ വന്ന് വേണേ പറഞ്ഞു, അതൊക്കെ ഒരു റിയാലിറ്റി ആയിരിക്കും. ആണോ? അമ്പത്തൂരേ ക്യാമറ ഓണാക്കിക്കുന്നുണ്ട്.
എന്റെ അണ്ണു ഇത്രയൊക്കെ എന്റെ ഈ അണ്ണു അമ്പത്തൂരൊക്കെ വീശിയിരിക്കുമ്പോ ഇവന്റെ ഒക്കെ ശബ്ദം ഞാൻ mute ചെയ്തു, കേട്ടാലേ ഞാൻ mute ചെയ്തു. 2:30 മണി ആ മ്യൂട്ട് ചെയ്താലും അണ്ണു അവന്റെ തലവെട്ട ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളിനെ ഞാൻ ഇച്ചിരി സ്ലോ മോഷനിലായിരിക്കും പറഞ്ഞേ. പറവാപ്പാ ഡയലോഗ് തെറ്റിയതല്ലേ അണ്ണു. അല്ല എന്തേത് പറവാപ്പാന്നല്ലായിരുന്നു എന്തോന്ന് പറയാൻ തുടങ്ങാം. ചത്താലും ശരി വാപ്പ. ആ ഓക്കെ ഓക്കെ അല്ല ഇനി പൃഥ്വിരാജിന്റെ അഭിനയായിരിക്കും അഭിനയിക്കാൻ പോകുന്നത്. എന്റെ ജീവിതത്തിൽ അത്ര അഭിനയിച്ചിട്ടില്ലായിരുന്നടാ. ഓക്കെ ചത്താലും വാപ്പ എന്റെ ചരിത്രത്തെ ചത്താലും ശരി വാപ്പ കാഞ്ചനമാല മോദിന്റെ ഏത് കാഞ്ചനമാല? ഏത് മാല? കാഞ്ചനമാലയോ? അങ്ങനെ ഫുള്ളേം അങ്ങനെ ചേർത്തേട്ടാ പറയത്തില്ലടാ. മൊയ്തീൻ എടാ നീ സ്നേഹിക്കുന്ന പെണ്ണിനെ മറ്റേ ഫുൾ നെയിം വിളിക്കുവോ നീ? ആ വിളിക്കും. പിന്നെ കാഞ്ചന കാഞ്ചന. ആ കാഞ്ചന. ഓക്കെ ഓക്കെ ലാസ്റ്റ് ചേർത്തേട്ടാ നന്ദി എന്നി അമ്പു അഭിനയിക്കട്ടെ. നമുക്ക് ഈ കോമഡി വേഷമൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഫീലിങ്സ് വേഷം പറഞ്ഞിട്ടില്ല. ഫീലിങ്സ് വേഷം പറഞ്ഞെങ്കിൽ രാത്രി 2 മണിയാവണം. ഫീലിങ്സ് വേഷം പറഞ്ഞാൽ ശരി വാപ്പ കാഞ്ചനമാല മൊയ്തീനുള്ള അല്ലേ? കാഞ്ചന മൊയ്തീന്റെ പെണ്ണ. പിന്നെ ബീജെ എന്തായാലും വെച്ച് ചെയ്തിട്ട് പോവാൻ നോക്കണം. ബീജം കൂടി ഇനി ചത്താല് ശരി വാപ്പ കാഞ്ചനമാല അമ്പത്തൂല്ല. സോറി ചത്താല് ശരി വാപ്പ കാഞ്ചനമാല മൊയ്തീന്റെ പെണ്ണ. ക്രിഞ്ച് ഞാൻ പോയാ. ഹലോ ചുബോർ ഫുഡ് കഴിച്ചു. ചുബോർഗ എന്താണ് കാണുന്നത്? ചുബോർഗല്ലേ ഇത്? നിന്റെ കണ്ണ് തള്ളടാ. ചുബോർഗ കാണടാ. ചുബോർഗ ഒബികൾ കയറിയ ശരിടാ. ശരി ഒബികൾ കയറാം. ഒമികൾ കയറാം. എടാ നമുക്ക് ഒമികൾ കയറിയിട്ട് RDR ഒക്കെ പയ്യെ കയറാം. കുറച്ചാളത്തേക്ക് ഒമികള് VR സ്ട്രീം വരാൻ ഞാൻ VR സ്ട്രീം ഓക്കെ ഒമികൾ കഴിഞ്ഞിട്ട് നമുക്ക് VR ഇടാം. ഒമികൾ കഴിഞ്ഞിട്ട് കൺഫേം VR സ്ട്രീം വരാം. ഒമികൾ കഴിഞ്ഞിട്ട് നമുക്ക് VR സ്ട്രീം ഇടാം ഗൈസ്. ഒമികളല്ലല്ലോ UH പേര് എന്താടാ കണ്ണൻ എന്ന് പേര് ബാബുശേട്ട് അന്ന് കഴിച്ചെന്റെ വടയുടെ ഇതുണ്ടല്ലോ ഇതുവരെ വൈറ്റ് ചെയ്ത് പോയിട്ടില്ല. മനസ്സിലായോ? ഒരു കടയെ കൊണ്ട് കയറ്റി വിഷമോ വടയെന്ന് പറഞ്ഞിട്ട് മറ്റേ കല്ല് പോലത്തെ വട ഒരു കടി അടിച്ച 5 പല്ല് ഊരി കൈ വീഴും. എന്നാ പോയി കളി കാണാൻ വരുന്ന കാര്യങ്ങൾ. ബ്രോ എവിടാണ് ഇപ്പൊ എവിടെയൊക്കെ ഉണ്ട് കളി? ഞാൻ ഇവിടെ വെച്ചാ വരാം. ലൈവ് ആണോ ബ്രോ? യെസ് ബ്രോ ലൈവ്. ജർമ്മൻ കെന്നാപ്പി എന്താടാ ലൈവ് പരിപാടി? ഒമികളും പിന്നെ VR എടുത്ത് വെച്ചിട്ടുണ്ട്. VRോടെ ചെയ്യണം. VR അടുത്ത ഫുട്ബോൾ ഞാൻ ഓർഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഓട്ടോ ആയിരിക്കും. RDR കയറാതെ? RDR എടുത്തു വെച്ചിട്ടുണ്ട്. കേറാൻ വെച്ചിട്ട് ഒന്ന് കഴിയട്ടതല്ല ഒന്ന് കാരണം നോക്കട്ടെ. എന്റെ ഒരു ടോയ് ജോർഡർ ഗെയിം അല്ലത് RDR. അതെന്താടാ വള്ളി കിട്ടൂല? അത് ഇംഗ്ലീഷ് അറിഞ്ഞോണ്ടാത്തോണ്ടോ?
അല്ലല്ലല്ല വള്ളി വള്ളി ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ടൊന്നല്ല പക്ഷെ നമ്മുടെ ഒരു ടൈപ്പ് ജോണർ ഗെയിം അല്ല. നിന്റെ ജോണർ എന്താണ്? എന്റെ ജോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആവശ്യം പോയാ? മനസ്സിലാവുന്നില്ല. ആവശ്യത്തെ പ്രായമായിട്ടില്ല അതിനുള്ള. പ്രായമായിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഉം. ശരത്തേട്ടൻ ഫുൾ ഡേ ആർഡിആറിൽ പെറ്റി കിടക്കും കേട്ടോ. ഒരേ ശരത്തേട്ടൻ ഇംഗ്ലീഷ്. ശരത്തേട്ടന് ഇംഗ്ലീഷ് അറിയാലോ. മറ്റേ ഇതൊക്കെ ചെയ്തോണ്ടിരുന്ന ആളല്ലേ. ഇംഗ്ലീഷ് അറിയാവുന്നവർക്കൊക്കെ എന്തും ചെയ്യാലോ. ആവശ്യം ഈ സത്യം ഏക്കുമ്പോ സത്യം. പറയാ ആവശ്യമുണ്ടൊക്കെ ഇന്നലെ ഇംഗ്ലീഷ് കണ്ടിട്ടേ 5 പേര് അവിടുന്ന് വൈറ്റ് ലിസ്റ്റ് നിർത്തി ഇറങ്ങി പോയത്. എടാ 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 എന്നാലും നമ്മളെ ഇംഗ്ലീഷ് വെച്ചിട്ട് നമ്മൾ പറയുന്നത് അവർക്കും അവര് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ലടാ. ഞാനങ്ങ് ലുക്കായില്ലേ പക്ഷെ നോക്കിയേ. ഏ ഞാനങ്ങ് ലുക്കായില്ലേ. ലുക്കായി. എടാ എനിക്കൊരു പീസ് സെറ്റ് ചെയ്യണം കേട്ടോ. PC സെറ്റ് ചെയ്യാലോ പക്ഷെ. ഞാനിപ്പോ നിനക്ക് ഇപ്പൊ വേണ്ട, നീ ലൈവ് അല്ലേ, പിന്നെ അയച്ചുതരാം. ഓക്കെ എനിക്ക് ഞാൻ നിനക്കൊരു സ്പെക്ക് അയച്ചിട്ടിരിക്കാം. ഇതിന് എത്ര രൂപ കൊടുക്കണമെന്ന് പറഞ്ഞേ. ഓക്കെ ഞാൻ നോക്കിട്ട് പറയാം പക്ഷെ. ഞാൻ എന്റെ ഇപ്പൊ എടുത്ത വെച്ചിട്ട് ഞാൻ എല്ലാം പറഞ്ഞു റേറ്റ് ഒക്കെ അറിയാം എല്ലാത്തിന്റെ. ആ ഭാവിച്ചായിട്ട് എന്തേലും മേടിച്ചു തന്നോ ഗെയിമിംഗ് റൂമിൽ ഉദ്ഘാടനത്തിന് വന്നപ്പോ? ഒരു വയർ വാടകയ്ക്കായിട്ട് വന്ന്. അടിപൊളി ഫുഡായിരുന്നു ഗൈസ്. എന്തേലും മേടിച്ചു തരുമായിരിക്കും കേസ്. എന്തേലും മേടിച്ചു തരുമായിരിക്കും. ആ പോടാ, നിനക്ക് മേടിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. ആണോ? ദേ ഇത് 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 എന്റെ സെയിം ആണല്ലോ പക്ഷേ. നിന്റെ സെയിമോ? കേസ് 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 കേസ്. അല്ലാതെ ബാക്കി നിന്റെ 5080 അല്ലേ? 58 സുപ്രീം. വെറും 58 എന്ന് പറയല്ലേ. സുപ്രീം സുപ്രീം എടുത്ത് പറയണം കേട്ടോ. എന്തിനാ? അറിയട്ടെ. നിന്റെത് എത്രയായി? 3 ആയില്ലേ? 4 നിന്റെ എത്രയായി PC? ഞാൻ ലൈവ് പറഞ്ഞില്ലേ, ഞാൻ ലൈറ്റ് തരാം. എടാ ഇത് 2 അപ്പൊ ഓക്കെ ആണോ ഈ സ്പെക്ക്? 2.3 2.5 5 എടാ നിങ്ങൾക്കൊക്കെ എന്താടാ 5-നൊക്കെ എന്താടാ ഒരു 5-ന് പഞ്ചില്ല. 7 ലക്ഷം രൂപയുടെ PC. കണ്ണാപ്പിന്റെ PC 7 ലക്ഷം രൂപ. എന്റെ പൊന്നോ അത്രയൊന്നും ഇല്ല ചുമ്മാ 6,80,000 എന്ന് പറയുന്നത് 7 ലക്ഷം എന്ന് പറയുന്നത് ഒന്ന് തന്നെ. അതിന് നീ 6,80 കൂട്ടണ്ട. 7 ലക്ഷം രൂപയോ? ചുമ്മാ 2.5 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ PC. 2.5 ലക്ഷം രൂപയ്ക്ക് ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് 3 ലക്ഷം രൂപ PC ഇതാ. എന്ത് പറയുന്നത്? ഡീലാണോ? ഞാൻ ഡീല. ഓക്കെ ആണല്ലോ? ഞാൻ വരുന്നത്. ഞാൻ ഇപ്പൊ വരും കാണാം. ഞാൻ ഇപ്പൊ വരും. എടുത്ത് മറച്ചു വിറ്റാൽ പോലും പകുതി പൈസ എനിക്ക് കൂടുതൽ കിട്ടും. ഇപ്പൊ കൊടുക്കുന്നില്ല പക്ഷെ. ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനല്ലേ. ഞാൻ 3 രൂപയ്ക്ക് തരാൻ റെഡിയാണ് പക്ഷേ 3 രൂപയ്ക്ക് തന്നാ നിനക്ക് ഏകദേശം 3,80,000 നഷ്ടമാ. സൈക്കോ പറഞ്ഞ 5 ചുമ്മാ ഇതൊക്കെ സൈക്കോ ചുമ്മാ പറഞ്ഞ. ആര് പറഞ്ഞ 5? 5-നൊന്നും ഒരു വിലയില്ലാത്ത ഇവന് ഡിസ്കൗണ്ട് മാത്രം കൊടുത്തു 1,80,000. 1,80,000 ഡിസ്കൗണ്ട് മാത്രം കൊടുത്തു. അപ്പൊ എന്താ പറഞ്ഞത്? 10 ലക്ഷം രൂപയുടെ PC ആണോ ആവശ്യമായിട്ട് പറഞ്ഞത്? ഇത് 10 ലക്ഷം ഒന്നും അല്ല, 6,80,000. എനിക്കിതാ ഇപ്പൊ നീ പിന്നെന്തോ കൊട്ടേഷൻ അയച്ചു തന്നെ. സുപ്രീം 58 സുപ്രീം 220 ഇപ്പൊ കിട്ടും. ഇനി മറ്റേ ഗൂഗിൾ നോക്കിയ റേറ്റ് പറഞ്ഞില്ല ഗൈസ്. ഇനി 58 സുപ്രീമിന്റെ ഇപ്പൊ കറന്റ് MSIയും ലേറ്റസ്റ്റ് ഒന്നും പ്രൊഡക്ഷൻ ചെയ്തിട്ടില്ല. ഉള്ള ഇതെല്ലാം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം ഇന്ത്യയിൽ ഇനിയും 58 സുപ്രീം കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ ഉള്ളതിനൊക്കെ ഡബിള് വില കൊടുക്കണം. അതായത് ഇപ്പൊ 220 നെറ്റ് കാണിച്ചെങ്കിൽ ഇവൻ 4,80 കൊടുത്തായിരിക്കും വാങ്ങിച്ചിരിക്കുന്നത്. അല്ല 4,40. ആവശ്യമായിട്ട് ഞാൻ 2 രൂപ വാങ്ങിച്ചത്. 2 രൂപ താഴെയുള്ള റേറ്റ് ഞാൻ വാങ്ങിച്ചത്. എന്നിട്ട് എന്തോന്നു അത് വീട്ടിലെ TVയും കാട്ടി ക്വാളിറ്റി ഉള്ള QLED ഡിസ്പ്ലേ അല്ലേ മറ്റേ കൂളറിന് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഒരു കാര്യമില്ല, അനാവശ്യ ചെലവ്. എന്ത് മറ്റേ QLED മോണിറ്റർ ഉള്ള ഒരു കൂളറാണ് കൈസ് വെച്ചിരിക്കുന്നത്. അല്ലല്ല എന്റെ QLED അല്ല, സാധാ IPS കൂളർ വെച്ചേക്കുന്നത്. അതിന്റെ അകത്ത് ഫോട്ടോ ഇവൻ ഈയിടയ്ക്ക് സത്യം നെറ്റ്ഫ്ലിക്സിൽ ഏതൊരു സിനിമയൊക്കെ അതിലിട്ടാ കണ്ടേ. അത്രയും ക്വാളിറ്റി അതിന് വരും ഒരു 80,000 രൂപ.
ഒരു 50 80 ഇല്ല. ഇതൊക്കെ നിങ്ങളല്ലാതെ വേറെ നിങ്ങള് ആരെങ്കിലും ഇങ്ങനെ വിശ്വസിക്കുമോ? ഇപ്പോഴും ഇവൻ പിച്ചക്കാരനാണെന്ന് വിചാരിച്ചിരുന്നോ? അവൻ പൈസ ഉണ്ടാക്കി ഒരു നിലയിൽ എത്തിയവൻ. അയ്യോ ചുമ്മാ ഭവിഷ്യത് ഇല്ല. ഒരു 2 മാസമായിട്ട് എനിക്ക് മെമ്പർഷിപ്പ് പോലും വന്നിട്ടില്ല. ഞാൻ എന്താ മറ്റേ കോടീശ്വരൻ ആൾക്കാർ ചിന്തിച്ചു വെച്ചേക്കുക. എന്തായാലും അതുകൂടെ പറ. എനിക്ക് ഭാവിഷ്യേട്ടോ ഭാവിഷ്യേട്ട് അക്കിക്ക് ഒന്നല്ലേ ഭാവിഷ്യേട്ട് എനിക്ക് അവന്മാര് സ്ട്രൈപ്പും എല്ലാം തന്നു. ഓക്കെ സെറ്റ്. അപ്പം 10 മണിക്ക് ശേഷം ലൈവ് രാത്രി 10 മണിക്ക് ശേഷം. പിന്നെ എനിക്ക് ശരത്തേട്ട എനിക്ക് 8:30 പോലെ സമയം തന്നിരിക്കുന്നത് കേട്ടോ. 8:30 തൊട്ടോ? അപ്പൊ നമുക്കൊന്നും ചെയ്യണ്ട ശ്രീമാൻ. എടാ ഒറ്റ മനുഷ്യരില്ല ലൈവ് കാണാൻ. കുഴപ്പമില്ല. ഞാൻ ലൈവിന്റെ ടൈമിംഗ് 5 മണിക്കോട്ടാക്കുവാണ് 7 അല്ല, ഞാൻ 5 മണിക്കോട്ടാക്കുമെന്ന് പറഞ്ഞ 5, 5:30, 6 മണിക്കോട്ടാക്കുക. 2024 മെമ്പർഷിപ്പ് കിട്ടിയിരിക്കുന്ന എനിക്ക്. അതിന് ഞങ്ങളെ പറ്റിച്ച് ഞാൻ കടത്തി മേലെ കടവെട്ടിയാ നിക്കുക ഇവിടെ. ഇജാതി കടവെട്ടിയാ ഇവിടെ നിക്കുക. നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. ആവശ്യമായിട്ട് എനിക്കൊരു ഡൈസൺ മേടിച്ചു ആവശ്യം. റൂമിൽ ഭയങ്കര പൊടി ആവശ്യമായിട്ട്. എന്തോന്നാ ഡൈസോ? ഡൈസൺ എന്തിനാ? പാമ്പും കെട്ടി കളിക്കാനോ? അതിലെന്റെ ആവശ്യമുണ്ട്. അതിലെന്റെ എത്ര എണ്ണം വേണം? ഒരെണ്ണം മതി. വടാ മണ്ട, 2 ഒരുമിച്ചിട്ടാലേ കളിക്കാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ ആവശ്യം. അത്രേ ഉള്ളൂ കാര്യം. പറഞ്ഞത് കറക്റ്റാണ്. ആവശ്യം കറക്റ്റ്. പിന്നെ ഡൈസൺ വാങ്ങി തന്ന മറ്റേ മൂഞ്ചാൻ പറ്റിയ മൊതല് 2 ഉണ്ട വാങ്ങി തരും. മൂഞ്ചിക്കൊണ്ടിരുന്നോളാം അവന്. ഡൈസണേ ഇറങ്ങും അവന്. എന്നാ ഇന്ന് ലൈവില്ലേ? അത് നാളെ തൊട്ടോ? നീ ഇന്നോട്ട് ലൈവില്ലേന്നാണ് ചോദിച്ചേ? ഇന്ന് ലൈവില്ലേ? നാളെ തൊട്ടാണോന്ന്? ആര് നിന്റെ അടുത്തോ? ഭാവിഷേട്ട്. ഞാനോ? ഞാൻ ലൈവ് ഇടാൻ പോവാ. ഒരു 9 ആകുമ്പോഴേ ഇതാരില്ല. ചന്ദ്രനൊന്നും ഇല്ല. അപ്പൊ ആ ഒരു ടൈം ചന്ദ്രു മാസമൊന്നും ഇല്ലല്ലോ. ചന്ദ്രു വേറെ എവിടെ അല്ലേ? എന്താ പിന്നെ ഞാൻ ലൈവ് ഇടാൻ പോണ്ടാ. ഒരു 9 ആകുമ്പോ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഭവിഷ്യത്. എടാ ഞാൻ ഇടുന്നില്ലടാ, പൊക്കോ. എത്ര വട്ടം അറിയാവോ ലൈവ് ഇടാൻ വന്നിട്ട് ഈ 1000 വാക്ക് കാരണം ലൈവ് ഇടാനുള്ള മൂഡ് വരെ പോയിട്ട് ഇവൻ ശപിക്കും കഴിച്ച് ലൈവ് കത്തിപ്പോവും പകുതിയിൽ. അതാ പ്രശ്നം. ലൈവ് പകുതി കത്തിപ്പോവും. അത് കുഴപ്പമൊന്നും ഇല്ല ഭവിഷ്യത്. ഇട്ടോ, ലൈവൊക്കെ ഇടണമെങ്കിൽ ഇട്ടോ. അത് നമുക്കെന്ത് പ്രശ്നം? അതത്രേ ഉള്ളു. അല്ലെങ്കിൽ ഞാൻ ലൈവ് ഇടുന്ന നിനക്ക് എന്ത് പ്രശ്നം? പിന്നല്ല, എനിക്കെന്ത് പ്രശ്നം? ഞാൻ കുറച്ച് റോമികൾ കേട്ടോ. RDR കയറുമ്പോന്ന് പറഞ്ഞ ഭവിഷ്യത്. നമുക്കൊന്ന് അറിഞ്ഞൂടെ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്നലെ കയറിയ. ഞാൻ കുറച്ചേരം നോമികൾ കയറട്ടെ. നീ സ്ക്രീൻ ഷെയർ ഇട്. കുറച്ചേരം സപ്പോർട്ട് തരാം നിനക്ക് ഒമേകളില്. പിന്നെ ഇതുപോലെ കയറാത്ത സപ്പോർട്ട് ഭവിഷ്യത്. എനിക്ക് ഇല്ലാത്ത ഇതെല്ലാം കിട്ടിയത്. ആര്? ഞാൻ എന്ത് ചെയ്ത്? അതോ ചന്ദ്രു വരുന്നുണ്ടായിരുന്നേ? ചന്ദ്ര ഒരിക്കടാ, അവൻ കള്ളനാടാ. അവനെ ആരെങ്കിലും വിശ്വസിക്കോടാ. അവന്റെ ഉയരിന് അൻപനൊക്കെ തന്നെ, പക്ഷെ ഒരു ഊമ്പൻ. എന്തൊരു ശബ്ദം ഇത്! ഇവനെ ഇവിടെ കണ്ടിട്ടുണ്ടാ? അവനെ ഇവിടെ കണ്ടിട്ടുണ്ടോ? മനസ്സിലാക്കി. ഹലോ കണ്ണാപ്പി, നമസ്കാരം. എന്താ പരിപാടി? എന്നാ പരിപാടിന്ന് വെച്ചാ ചുമ്മാ ഇരിക്കല്. ഓക്കെ. നടക്കട്ടെ. ഫുഡ് കഴിച്ചാ? ഫുഡ് കഴിച്ചു. അപ്പൊ ശരി. ഇപ്പൊ എല്ലാവർക്കും നീ പറ്റിയ വ്ളോഗറല്ലേ? നല്ല വ്ളോഗറൊന്നല്ലേ ബ്രോ. ആള് സ്ഥലം എവിടെയാ? സ്ഥലം കായംകുളം. കായംകുളോ? ബ്രോടെ എവിടാ? ഞാൻ മലപ്പുറം. മുട്ട കൊള്ളാം കേട്ടോ. അർജന്റീന ജയിച്ചപ്പോ പോയതാ. ആണോ? നീ ഏതാ ടീം? ഏതാ?
സൗദി അറേബ്യ. അതെന്താ സൗദി അറേബ്യക്ക് ഫാൻസാര് വേണ്ടേ? ഫാൻസാരാണ്. ഈ സൗദി അറേബ്യ ഈ അർജന്റീനയായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ആരേലും കൊണ്ട് തല വെക്കുവോ? അങ്ങനെയല്ല, ഞാൻ കഴിഞ്ഞ ആള് ബെറ്റ് വെച്ചതാ. ഓ അങ്ങനെ. ഓക്കെ. ശരിയടാ, എന്നാ നടക്കട്ടെ. ഓക്കെ. ഹായ് ബ്രോ യു അഗെയിൻ. നമ്മളെന്താ എന്ന് കണ്ടേ എടാ, ഞാൻ ഇപ്പൊ മനസ്സിലായി നിന്നെ ഇതില് കണ്ടേ, ഇൻസ്റ്റ കണ്ടേ. ഓ അങ്ങനെ. നമ്മളെ കറക്റ്റ് മാമനെ പോലെ ഉണ്ടല്ലേ നമ്മളെ കൂടെ. ഓ ആരാണ്? അത് നമ്മുടെ കൂടെ ഉള്ള ഒരു പയ്യനാ, ഇഗ്നേഷ്യസ്. ഓ ഓക്കെ, എന്നാ ബ്രോ നടക്കട്ടെ. ഞാനൊരു സോങ് വയ്ക്കട്ടെ? പാട്ട് പാടുവോ? ഓ അത് നമ്മുടെ ആളാ, കീബോർഡ് അല്ലേ? ഓക്കെ വായിച്ചോ. ഈഗിൾ വിളിച്ചൊന്നുമില്ല പിന്നെ? വിളിച്ചു അണ്ണ ഇന്ന് വിളിച്ചായിരുന്നു അണ്ണനെ. വിഷയം ബ്രോ, ഈ മൈക്ക് ഇതിന് ഈ കീബോർഡ് വാങ്ങിക്കുമ്പോൾ മൈക്ക് യൂസ് ചെയ്യുന്നതിന് പകരം കീബോർഡ് ഡയറക്റ്റ് ഔട്ട് കൊടുക്കും ബ്രോ. ഡയറക്റ്റ് ഔട്ട് കൊടുക്കാൻ എന്റെ കേബിള് കാണുന്നില്ല, ഞാൻ കൊടുത്തേനെ. അതുകൊണ്ട് ഈ മൈക്ക് വെച്ചിരിക്കണേ. അത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടത്തില്ല, മറ്റേ കീ കിട്ടും. അത് വരുന്നുണ്ട് അല്ലേ? അത് വരുന്നുണ്ട്. വിഷയം ബ്രോ, വിഷയം പോട്ടെ. ചാനലിന്റെ പേരെന്തായിരുന്നു? ജർമ്മൻ കണ്ണാപ്പി. ഏതാ അത് പറഞ്ഞപ്പോൾ ഉള്ള ഇത് കണ്ട. ഹലോ. ഹായ്. നൈസ്. സുഖാണോ? സുഖമാണ്. ദേവദത്തല്ലേ? എന്നെ എങ്ങനെ അറിയാ? അറിയാം ബ്രോ. റിയൽ നെയിം എങ്ങനെ അറിയാ? റിയൽ ലൈഫോ? അതൊക്കെ അറിയാം ബ്രോ. നിന്റെ ജാതകം വരെ അറിയാം. ഒരുമിച്ച് മറ്റേ അറബിയിലൊക്കെ ഉണ്ടായിരുന്നു ബ്രോ. ആർപ്പിലുള്ളതോ? ആർപ്പിന്റെ പേരെന്താ? ആർപി ക്യാരക്ടറൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയി ബ്രോ. ആർപ്പിന്റെ പേര് പറ. ഓർക്കാൻ വഴിയില്ല ബ്രോ, അങ്ങനെ ഒന്നും കാണൂല ബ്രോ. എന്റെ അതാ പേര് പറഞ്ഞ പണ്ടത്തെ പേര് പറഞ്ഞാണ് ബ്രോ. മാസിന്നാണ്. അപ്പൊ പെട്രോൾ പീറ്റർ. മാസിന്നൊന്നുമില്ല, നമ്മളെ ഗ്യാങ്ങേ ഇല്ല. നമ്മള് ചുമ്മാ ആർപി. പേരെന്താ? ദാസ്. ദാസ് ഓർമ്മയുണ്ട്. പിന്നെ നമ്മളെ 2-3 പ്രാചാര്യ ഇവിടെ SRK അറിയാതെ ആണല്ലേ? അതെ. അവന്റെ അടുത്ത് ലിയോദാസ് ആണോ? ലിയോദാസ് ഒന്നുമല്ല. അപ്പൊ ആള് പറയാം. കഴുകൻ ദാസാണോ ചോദിച്ചേ? കഴുകൻ ദാസ് അല്ലേ? കഴുകൻ ദാസ് ഒന്നുമല്ല. നീ അങ്ങനെ ഒരുപാട് നീ കയറി പോകണ്ടേ. അത്ര ഒന്നും ഇല്ല, അതിനുള്ളതൊന്നും ഇല്ല കേട്ടാ. നമ്മള് ചെറിയൊരു ദാസായിരുന്നു, വന്ന് പോയി പൊട്ടിപ്പോയി, അത്ര ഉള്ളു. ആർപി അങ്ങനെ കളിക്കാറില്ല. നടക്കട്ടെ ബ്രോ. ആയിക്കോട്ടെ. ശരി. അവിടെ ടുബോറിലൊക്കെ പിള്ളേരെ ഇവിടെ മകുടി ദാസ്. മറ്റേ ബ്രോ ഇത് പാണ്ടയില്ല, ഇത് ക്രേസി പാണ്ട. എങ്ങനെ മനസ്സിലായി? അല്ല ബ്രോ, ലൈവാ ബ്രോ. അയ്യോ ബ്രോന്റെ പേര് ഡോഗി അല്ലേ? ജർമ്മൻ ഷെപ്പേർഡ്. ജർമ്മൻ കണ്ണാപ്പി. ജർമ്മൻ ഷെപ്പേർഡ്, അതാണ് ഡോഗ്. അതല്ല ബ്രോ, അത് ഡോക്കിയാണോ ഉദ്ദേശിച്ചത് നേരത്തെ?
അല്ലല്ല ഞാൻ ബ്രോ ഞാൻ ഉദ്ദേശിച്ചേ ഡോക്കിന്നറിയില്ല. ആ കാസ്ട്രോടൊപ്പം ഉള്ള പയ്യനെയാണ് ഡോക്കി, അതാണ് പറഞ്ഞത്. ഡോക്കി എന്താ ബ്രോ കേട്ടില്ല. ഒന്നുമില്ല ബ്രോ, ഒന്നുമില്ല, പോയിട്ട് വരാം. പോലെ അവന്റെ പോലെ ഡോഗി അല്ലേ ബ്രോ? എടാ ആർട്ടൊക്കെ എടാ സെറ്റപ്പ് ഒക്കെ മാറിയല്ലോടാ. എടാ മെലിഞ്ഞല്ലോടാ നീ അങ്ങ്. ആ ഹൈറ്റ് വെച്ചു ജിമ്മിലൊക്കെ പോയി 2 മാസം മാറി നല്ല മാറ്റം ഉണ്ടാ. സുഖല്ലേ? ഇപ്പൊ നീ കുണ്ണയിൽ നിന്ന് പൂർണ്ണമായി. സെറ്റ് ആയില്ലേ? ആ ആ ഹലോ പ്രോഗ്രാം ലൈവാണ് ബ്രോ. ദൈവനെ ഇത് ഞാൻ ഹലോ നിന്റെ ഈ പ്ലച്ചൻ അടിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ വരും. ഇല്ല ഇനി നേരത്തെ ആണെ വന്നു വരുമ്പോയിരുന്നു, പക്ഷെ ഇപ്പൊ ഒട്ടും ഇല്ലാത്ത അവസ്ഥയായി. ഹലോ സ്കൂബി സ്നോയി അല്ലേ സ്നോയി? സുഖല്ലേ? നിന്റെ വീട് എവിടെയാ? എന്റെ വീട് കായംകുളം. ഓക്കെ എന്നാ നടക്കട്ടെ. ഇല്ല ഇത് എപ്പോഴും കാണുന്ന വെച്ചാണ്, 2-3 വട്ടം കണ്ടിട്ടുണ്ട്. അതാണോ നിന്റെ വീട് എവിടെ ചോദിച്ചേ? ഓ ഹായ് ബ്രോ. ഹായ് ബ്രോ. ഹായ് എന്താ പരിപാടി? പരിപാടി ഒന്നുമില്ല, വെറുതെ ഇരിക്കുന്നു ബ്രോ. വെറുതെ ഇരിക്കുക. കണ്ടിട്ട് സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുള്ളല്ലോ. എങ്ങനെ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടോ ബ്രോ? റേറ്റ് എത്ര? റേറ്റ് 10-ൽ എത്ര വരും? അടിപൊളി. ബഡ്ജറ്റോ? അല്ല 10-ൽ എത്ര തരും റേറ്റ്? റേറ്റിംഗ് ഒരു 10 തരാം. പിന്നെ അല്ല അത്രേ ഉള്ളു. ഞാൻ ആരെന്നറിയോ? ഇല്ല. തങ്കൻ. അതാരാ? അങ്ങനെ അറിയടാ? ഞാൻ മറ്റേ തങ്കനെ കേട്ടിട്ടുള്ളൂ. തങ്കൻ ചേട്ടന്റെ. ഇല്ല ഇത് ഈ തങ്കന. കേട്ടിട്ടുള്ളൂ. ഇത് വേറെ തങ്കനാണ്. ഞാനാണ് തങ്കൻ, യഥാർത്ഥ തങ്കൻ. ഞാൻ ഈ തങ്കനെ കണ്ടിട്ടില്ല. ആ ഓക്കെ ഞാൻ നടക്കട്ടെ, ശരി കേട്ടോ. ഓക്കെ. നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടോണ്ടൊന്നുമല്ല ഇപ്പൊ പിള്ളേർ നിൽക്കാത്ത, നമ്മൾ ചാക്കിക്കൂടെ കിട്ടിക്കണം. ഇപ്പൊ കണ്ടോണേ ആറ്റിറ്റ്യൂഡ് ഒക്കെ നോക്കി തൂറാൻ മുട്ടണമെങ്കിൽ പോയിട്ട് വാടാ. അതും പിടിച്ചു വെച്ചോണ്ടിരിക്കാതെ അസുഖമൊക്കെ വരും. ആവശ്യട്ടാ എന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റം ഉണ്ട്. ആവശ്യമായിട്ട് അത് കണ്ടാലേ ഞെട്ടുമല്ലോ. എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഉണ്ട് ഇനി. ചിരിപ്പിക്കില്ലേ? രാശി ഓ ഹായ്, ഇത് കറക്റ്റ് ആശ കേട്ടാ. ഇത് ആശ കേട്ടാ, ആശയനേട്ടോ അത്. ഇതിപ്പോ പഴയ പോലെ ഒന്നും ഇതിലിപ്പം മറ്റേ ഇതിപ്പോ ആമ്പുള്ളാർ ഡേറ്റിംഗ് സൈറ്റ് ആയേട്ടാ. മുത്തൊക്കെ തരുന്നടാ നിനക്ക് ഓരോരുത്തര്. ഇതിപ്പോ ഫുൾ ആമ്പുള്ളാർ ചോദിച്ചിട്ട് 99 രൂപ എടുത്ത് എറാ പാക്കേജ്. ഇതിനകത്തൊക്കെ ഇനി എന്റെ ബാങ്ക് അക്കൗണ്ടിലൂടെ കൊണ്ട് കൊടുക്കാൻ പോയിച്ചിട്ട് ഇനി അതിന്റെ ഒരു കുറവല്ലായിരുന്നു. എടാ എന്തിനാന്നറിയാവോ? എടുക്കണം. നിന്റെ അനിയന്റെ ഇത് വെച്ചിട്ടേ ഒരെണ്ണം ഉണ്ടാക്കിയാ മതി. അങ്ങ് എന്താ അനിയന്റെ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് 99 രൂപ അടച്ചിടാം. അവര് 200 രൂപ അയച്ചിട്ട് പറയണം 100 രൂപ നീ കിടക്കട്ടെ, 100 രൂപ എനിക്ക് തിരിച്ച് റീചാർജ് ചെയ്ത് തരാൻ. അവന് ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ല. പക്ഷേ ബാബുഷേട്ട് അത്ര നാണേ ബാബുഷേട്ട് ഞാൻ 500 രൂപ അയച്ചു തരാം. ബാബുഷേട്ട് എടുക്കാവോ പ്രീമിയം? എന്തോന്ന്? ഞാൻ 500 രൂപ അയച്ചു തരാം, ബാക്കി 400 രൂപ ബാബുഷേട്ട് എടുത്തോ. നീ അയച്ചോ? അയച്ചാടാ. 400 രൂപ കിട്ടാൻ വേണ്ടി എന്റെ ബാങ്ക് അക്കൗണ്ട് പോകാൻ ഞാൻ റെഡിയാണ്. പിന്നെ ഞാൻ വാലറ്റിന്ന് റീചാർജ് ചെയ്ത് തരും നിനക്ക്. വാലറ്റിന്ന് നമ്മൾ എടുക്കണ എടുക്കട്ടെ. അത് ശരിയല്ലേ, വാലറ്റ് നിങ്ങൾ ചെയ്താൽ മതിയല്ലേ? ഓ എന്നാലും വാലറ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അണ്ടി നീ വാലറ്റ് റീചാർജ് ചെയ്തിടോ അതിന്? ഞാൻ വാലറ്റ് റീചാർജ് ആമസോൺ വാലറ്റ് റീചാർജ് ചെയ്യപ്പെടും. ആമസോൺ അല്ല, പിന്നെ കേട്ടാ എല്ലാത്തിനും ഉണ്ട് ഇപ്പൊ.
അറിയാവുന്ന ഹായ് യൂട്യൂബിലല്ലേ ഇതൊന്നും പറ്റിയില്ലേ കണ്ണാടിയല്ലോ കണ്ണാപ്പിയാണ്. ഹലോ 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 ലൈവാ ലൈവാ ലൈവാണ് 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 നിങ്ങളെന്താ പഠിക്കാ? പഠിക്കുന്ന നേഴ്സിംഗ്. ഓ ഓക്കെ ഓക്കെ. എവിടെ എവിടെ സ്ഥലം എവിടെ? ഞാൻ തൃശ്ശൂര്. എവിടാ പഠിക്കുന്നത്? നേഴ്സിംഗ് ആണോ പഠിക്കുന്നത്? ഞങ്ങൾ ഓക്കെ ഓക്കെ ഓക്കെ. ബാംഗ്ലൂരാണോ? ബാക്കിയുള്ളവർക്ക് എന്താ വരാത്തത്? അവർക്ക് ഷയ്യ സ്ട്രീമിംഗ് ആയതുകൊണ്ട് പേടിയാണ്. ഫുഡ് മേടിച്ചിട്ട് വന്നതാ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ കാര്യം നടക്കട്ടെ നടക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷേ ഇത്രയും പേർക്കൊക്കെ അറിയാഞ്ഞിട്ട് പോയിട്ട് ഇൻസ്റ്റയിൽ ഇതാരും ഫോളോ ചെയ്തിട്ടില്ല. കാരണം എന്താ പേരിട്ടേക്കുന്നത് എന്താ അറിയാത്തത്? ഗണ്ണാപ്പി. പിന്നെ എങ്ങനെ അവരെന്റെ ചാനൽ വെച്ച സെർച്ച് ചെയ്ത് നോക്കി അവർക്ക് ഞാൻ പേര് മാറ്റം പോവാ ഇൻസ്റ്റല്ലേ. നീ മണ്ടനാടാ, നീ എപ്പോഴേ മാറ്റേണ്ടതാ. എങ്ങനെയാ ഇൻസ്റ്റയിലെ പേര്? പോടാ ചുമ്മാരി. താടിക്കാരൻ. അവൻ ചീത്ത വിളിച്ചിട്ടാ വിളിച്ചത്, അല്ല ചുമ്മാ ഒന്നുമല്ല. എന്താ വിളിച്ചേ? ലൗഡേന്ന്. ഓ അങ്ങനെ. അതെന്ന് പറഞ്ഞാ വലിയ എന്തോ തെറിയത്. എടാ കണ്ണാപ്പി, നീ ചെയ്യേണ്ടത് എന്നറിയാവോ? നിന്റെ ഒന്നേ യൂസർ നെയിം ജർമ്മൻ കണ്ണാപ്പി എന്നാക്കണം, അല്ലെങ്കിൽ ഇത് എന്റെ മുന്നത്തെ നെയിം എങ്ങനെയാണെന്നറിയാവുന്നേ? എന്റേത് മറ്റേ പേര് മുഹമ്മദ് അജ്മൽ ഖാനും മറ്റേ യൂസർ നെയിം ലേഞ്ഞാൻ അജ്മൽ. ആർക്കും അക്കൗണ്ട് കിട്ടാതായപ്പോ ഞാൻ എന്തെന്നറിയാവോ? മുഹമ്മദ് അജ്മൽ ഖാൻ എന്നുള്ള പേരിന് പകരം അവിടെ TX ഗെയിമിംഗ് ആക്കി. ജർമ്മൻ കണ്ണാപ്പി ആക്കാൻ പോവാ. ഞാൻ രണ്ടും കണ്ണാപ്പി നിട്ടത്, അതാണ് പ്രശ്നം. ഹലോ പഠിച്ചടാ. അവര് സ്ട്രീമർ അത് വിചാരിച്ച് കാട് പാവിച്ചിട്ട്, അല്ലാതെ സ്ട്രീമറാന്ന് അറിഞ്ഞൂടാ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് കീഴിലോട്ടിരിക്കുമ്പോ. ആണല്ലേ മണ്ടനാടാ. ഹലോ ഇതൊക്കെ എന്തൊരു സ്കിപ്പൊക്കെ റിജക്ഷൻ. ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര തൊലിക്കെട്ടിയാണല്ലോ ചെയ്യാൻ. പിന്നെ ഞാൻ എത്ര നേരം പുഴുക്കുവാ കണ്ടില്ലേ?